പക്ഷേ വാർത്തയിലേക്കാണ്. തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. പൂരം അലങ്കോലമായത് അറിയിച്ചത് BJP പ്രവർത്തകരാണെന്നാണ് സുരേഷ് ഗോപിയുടെ മൊഴി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ഷഫീദ്, ഇതുമായി ബന്ധപ്പെട്ട് 3 അന്വേഷണമാണ് നടത്തുന്നത്. അതിൽ ആദ്യ 2 അന്വേഷണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന അജിത് കുമാറിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. 2 ഇന്റലിജൻസും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി പെൻഡിംഗ് ഉള്ളത് ക്രൈംബ്രാഞ്ചിന്റെ ഈ പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന കേസാണ്. എന്തൊക്കെയാണ് ഇതിന്റെ തുടർ നടപടികൾ? ഈ മൊഴിയെടുപ്പിലൂടെ കാര്യങ്ങൾ പൂർത്തിയായോ? റിപ്പോർട്ട് സമർപ്പിക്കുമോ? വീണ്ടും മൊഴി രേഖപ്പെടുത്തുമോ? സുഹൈൽ, ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിൽ ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുപ്പ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള തോംസൺ ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഈ സുരേഷ് ഗോപി പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ആംബുലൻസിൽ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. BJP പ്രവർത്തകരാണ് പൂരസ്ഥലത്തെ പ്രശ്നങ്ങൾ അറിയിച്ചതെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന മൊഴി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചന എന്നുള്ളതായിരുന്നു CPI ആരോപണം. മാത്രമല്ല, സുരേഷ് ഗോപി ആംബുലൻസിൽ സ്ഥലത്തെത്തിയതടക്കം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ സുരേഷ് ഗോപിയുടെ ഇടപെടൽ അസ്വാഭാവികമെന്നാണ് പ്രത്യേക സംഘത്തിന് CPI നേതാവ് VS സുനിൽകുമാർ മൊഴി നൽകിയിട്ടുള്ളത്. ഈ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ മന്ത്രി K. രാജൻ അതേപോലെ തന്നെ മറ്റുള്ള ഹൈ പ്രൊഫൈൽ ഉള്ളവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയായിരുന്നു അന്വേഷണം. കൂടാതെ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന MR അജിത് കുമാർ അടക്കമുള്ള ആളുകൾ അവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടായിരിക്കും തൊട്ടടുത്ത ദിവസം തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സുഹൈൽ, ഷഫീദ്, അതായത് വീണ്ടും സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടോ? നേരത്തെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പൂരനഗറിൽ എത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ മൊഴിയെടുപ്പോടുകൂടി ഈ കേസിൽ കേന്ദ്രമന്ത്രിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായെന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിലിപ്പോൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് സംശയമുള്ള ആളുകളെ സംബന്ധിച്ച് വീണ്ടും മൊഴിയെടുക്കുക സ്വാഭാവികമായ നടപടിക്രമമാണ്. അതുണ്ടാകും. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എക്സാക്റ്റ് ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം, CPIയുടെ ആരോപണം ഒരു ഭാഗത്തുണ്ട്. മാത്രവുമല്ല, അത്രയും പ്രശ്നമുണ്ടായിരുന്ന സ്ഥലത്ത് സുരേഷ് ഗോപി മാത്രം എങ്ങനെ ആംബുലൻസിലെത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടത്തുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള H. വെങ്കടേഷും നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് എങ്ങനെ അവിടേക്ക് എത്തി, എന്തായിരുന്നു അവിടെ സംഭവിച്ചതടക്കമുള്ള ആക്ച്വൽ വിവരങ്ങൾ സ്വാഭാവികമായും ഈ പരാതിയുടെ പശ്ചാത്തലത്തിലും ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും അന്വേഷിക്കണം. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. സുഹൈൽ, തീർച്ചയായും ത്രിതല അന്വേഷണമാണ്. അതിൽ DGPയുടെ അന്വേഷണം പൂർത്തിയായി. ഈ പറയുന്ന ഈ ഇന്റലിജൻസിന്റെ അന്വേഷണം പൂർത്തിയായി. ഇനി പെൻഡിംഗ് ഉള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ആ കേസിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.